നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വോട്ട് റിസൾട്ടിന് മുൻപേ കേരള കോൺഗ്രസിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയാൻ തുടങ്ങി. കെ കരുണാകരന്റെ കാലം മുതൽ കോൺഗ്രസ് ശീലമാക്കിയ കുതികാൽവെട്ട് രാഷ്ട്രീയം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പുറത്തു വരികയാണ്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ എന്നിവർ പരസ്പരം മത്സരിച്ച് പാരവെപ്പാണ്. ഇന്നലെ വരെ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനെന്ന് വാഴ്ത്തി നടന്ന കെ സുധാകരൻ ഒറ്റ രാത്രി കൊണ്ട് നിലപാട് മാറ്റിയത് രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലിനെ കേരളത്തിന്റെ മുടിചൂടാ മന്നൻ എന്ന് വിശേഷിപ്പിച്ച് സുധാകരൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവിക്ക് മേലടിച്ച ആണിയാണെന്നാണ് ബി.ജെ.പി പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം അർഹിക്കുന്ന സീനിയർ നേതാവാണ് ചെന്നിത്തല എന്നായിരുന്നു സുധാകരന്റെ മുൻപുള്ള പ്രതികരണം. ഭരണത്തിന് ദിശാബോധം നൽകുന്ന നേതാവായി കെ.സി. ഉയരട്ടെ എന്നാണ് സുധാകരൻ കുറിച്ചത്. കേരള രാഷ്ട്രീയത്തെ ദിശാബോധത്തോടെ നയിക്കാൻ കെ.സിക്ക് കഴിയുമെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും സുധാകരൻ കുറിച്ചു. നേരത്തെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്ന സുധാകരൻ പെട്ടെന്ന് കെ.സി. വേണുഗോപാലിനെ വാഴ്ത്തി രംഗത്തെത്തിയത് ഏവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ലക്ഷ്യം വെച്ചുള്ള ഒളിയമ്പുകളും സുധാകരന്റെ കുറിപ്പിലുണ്ട്. താഴെത്തട്ടിൽ നിന്ന് സംഘടനയുടെ ഓരോ ഘട്ടവും അനുഭവിച്ച് വളർന്നു വന്ന നേതാക്കൾക്ക് മാത്രമേ പ്രവർത്തകരുടെ മനസ്സറിയാൻ കഴിയൂ എന്ന സുധാകരന്റെ പരാമർശം സതീശനെതിരെയുള്ള പരോക്ഷ വിമർശനമായാണ് വിലയിരുത്തപ്പെടുന്നത്. സതീശനെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള സുധാകരന്റെയും വേണുഗോപാലിന്റെയും നീക്കമാണിതെന്ന് കോൺഗ്രസിൽ അണിയറ വർത്തമാനവുമുണ്ട്. തന്നെ മത്സരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് സതീശനും സണ്ണി ജോസഫും ഹൈക്കമാൻഡിന് കത്തയച്ചെന്ന വാർത്തകൾ ശരിയാണെന്ന് ആവർത്തിച്ച സുധാകരൻ ഇതിനെതിരെ DGPക്കും ഹൈക്കമാൻഡിനും പരാതി നൽകുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. സുധാകരന്റെ വെളിപ്പെടുത്തൽ കോൺഗ്രസ് എത്രത്തോളം ജീർണിച്ചു എന്നതിന്റെ തെളിവാണ്. സ്വന്തം നേതാവിനെതിരെ പോലും DGPക്ക് പരാതി നൽകുന്ന സുധാകരന്റെ ഗതികേടിനെയും ബി.ജെ.പി പരിഹസിക്കുന്നുണ്ട്. കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വേണുഗോപാലിനെ പിന്തുണച്ച് സന്ദീപ് വാര്യറും രംഗത്തെത്തിയത് കൗതുകകരമാണ്. തന്നെ കോൺഗ്രസിൽ എത്തിച്ചത് വേണുഗോപാലാണെന്ന് തുറന്നു പറയുന്ന സന്ദീപ് വേണുഗോപാലിനായി വഴിയൊരുക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ സ്വന്തം പാർട്ടിയിലെ തമ്മിലടി തീർക്കാൻ കഴിയാത്ത കെ.സി. വേണുഗോപാൽ എങ്ങനെ കേരളത്തെ നയിക്കുമെന്നാണ് ബി.ജെ.പി ചോദിക്കുന്നത്. കോൺഗ്രസിലെ ഈ ചക്കളത്തി പോരാട്ടം കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബി.ജെ.പി വക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മോദി സർക്കാർ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ കസേരയ്ക്ക് വേണ്ടി പരസ്പരം പിടിവലിയാണ്. ഭരണം കിട്ടുന്നതിന് മുൻപേ മുഖ്യനാവാൻ പരസ്പരം പാരവെക്കുന്ന ഇവർക്ക് ഭരണം ലഭിച്ചാൽ കേരളം കുട്ടിച്ചോറാകും. അഴിമതിയും ഗ്രൂപ്പ് കളിയും മുഖമുദ്രയാക്കിയ കോൺഗ്രസിനെ ജനങ്ങൾ തൂത്തെറിയും. ബി.ജെ.പി മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയമാണ് കേരളത്തിനുള്ള ഏക പോംവഴിയെന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അടി തുടങ്ങുന്ന ഈ തരം താണ രാഷ്ട്രീയം കോൺഗ്രസിന്റെയും UDFന്റെയും മന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.